CPM-ൻ്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമൊക്കെയായ AK ബാലൻ ഇന്നലെ നടത്തിയൊരു പ്രസ്താവനയിലേക്കാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ LDF ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടും. പിണറായി വിജയൻ തന്നെയായിരിക്കാം മൊത്തത്തിൽ CPM-നെ നയിക്കുകയും അടുത്ത തവണ അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയാകുക എന്നൊക്കെയുള്ള സൂചനകൾ കൂടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പോടെ തകർന്ന് തരിപ്പണമാകുമെന്ന് കൂടിയിട്ട് അദ്ദേഹം പറയുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം ഇതിനോടൊപ്പം പറഞ്ഞു, അതാണ് ഏറെ വിവാദമായത്. ഇനി എങ്ങാനും UDF അധികാരത്തിൽ വരുവാണെങ്കിൽ UDF-ൻ്റെ ആഭ്യന്തരമന്ത്രി സ്ഥാനം ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കും എന്നാണ് AK ബാലൻ പറഞ്ഞത്. അതോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ വീണ്ടും മാറാടുകൾ ആവർത്തിക്കും എന്നാണ് ബാലൻ പറഞ്ഞത്. പാലക്കാടും ഇതേപോലെ ഒരു കലാപശ്രമം നടന്നിരുന്നു. അവിടെ RSS-ഉം ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് കൂടിയിട്ട് ബാലൻ പറയുന്നുണ്ട്. ഇതിനോടൊപ്പം ഇതേക്കുറിച്ചൊന്നും അദ്ദേഹം വിശദീകരിക്കാൻ തയ്യാറായില്ല. ഈ ബാലൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആവശ്യം. അതോടൊപ്പം തന്നെ 1 കോടി രൂപ നഷ്ടപരിഹാരം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ബാലൻ്റെ പ്രസ്താവന വലിയ ചർച്ചയായിട്ടുണ്ട്. ഇന്നലെ മുതൽ ഇന്ന് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്കാണ് ആദ്യം. ദാവൂദ് സാർ, ബാലൻ്റെ ഈ പ്രസ്താവന നമ്മുടെ മുമ്പിലുണ്ട്. മുമ്പൊക്കെ സംഘപരിവാർ നേതാക്കൾ പറയുന്ന പ്രസ്താവന നമുക്ക് ഒറ്റയടിക്ക് കേട്ടാൽ മനസ്സിലായി. ഇന്നിപ്പോൾ സംഘപരിവാർ നേതാക്കൾ പറയുന്ന പ്രസ്താവനയാണോ അതോ CPM നേതാക്കൾ പറയുന്ന പ്രസ്താവനയാണോ ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു രീതിയിലേക്ക് കൂടിയിട്ടാണല്ലോ വരുന്നത്. ബാലൻ്റെ പ്രസ്താവനയെക്കുറിച്ച് ബാലൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയം മുതലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യം, അദ്ദേഹം എപ്പോഴും പിണറായിയുടെ പോരാളി എന്നുള്ള നിലക്ക് എപ്പോഴും രംഗപ്രവേശനം ചെയ്യാറുള്ള ഒരാളാണ്. അപ്പം മന്ത്രിയായിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, മുഖ്യമന്ത്രിക്കെതിരായുള്ള ആരോപണങ്ങൾ വരുമ്പം ആദ്യം ഡിഫെൻഡ് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്ന ഒരാൾ AK ബാലനാണ്. അത് നിരന്തരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിണറായി വിജയനെ ഡിഫെൻഡ് ചെയ്ത് പിണറായി വിജയന് വേണ്ടി സംസാരിക്കുന്ന ഒരു നാവ് എന്നുള്ള നിലക്കാണ് ഇപ്പോൾ AK ബാലൻ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത്. വീണയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അതെ, തൈക്കണ്ടി വീണയ്ക്ക് വേണ്ടിയും ആരും സംസാരിക്കാനില്ലാത്ത സമയത്ത് രംഗത്ത് വന്നത് AK ബാലനാണ്. അപ്പോൾ അതവിടെ വെക്കുക. അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം, ഇപ്പോൾ പാർട്ടി അല്ലെങ്കിൽ പാർട്ടിയുടെ നയം, സർക്കാരിൻ്റെ നയം, പാർട്ടിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജി അതാരാ തീരുമാനിക്കുന്നത്? സാധാരണഗതിയിൽ CPM-ൽ അത് AKG സെൻറ്ററാണ് തീരുമാനിക്കുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടി സെൻറ്ററാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഇപ്പം AKG സെൻറ്റർ അപ്രസക്തമായിരിക്കുന്നു. CMO ആണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അത് CMO സാധാരണഗതിയിൽ ഭരണകാര്യങ്ങളാണ് തീരുമാനിക്കുക. പക്ഷേ ഇവിടെ CMO ആണ് പാർട്ടിയുടെ കാര്യങ്ങളും പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും എല്ലാം തീരുമാനിക്കുന്നത്. ഇപ്പം സതീശനെതിരായിട്ട് പുനർജനിക് കേസ് പുനരുജ്ജീവിപ്പിക്കുകയാണ്. അത് CBIക്ക് വിടാനുള്ള ആലോചന അതെവിടെ നിന്നാണ് വരുന്നത്? CMOയിൽ നിന്നാണ് വരുന്നത്. യഥാർത്ഥത്തിലൊരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൻ്റെ ഇതിലാലോചിക്കുമ്പോൾ അതിൻ്റെ ന്യായാന്യായതകളിലേക്കല്ല പോകുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എന്നുള്ള നിലയ്ക്ക് ആലോചിക്കുമ്പോൾ ബ്ലണ്ടറാണ് ചെയ്തിരിക്കുന്നത്. കാരണം സതീശനെ പ്രഥമ സ്ഥാനത്ത് നിർത്തുക, സതീശൻ എന്ന് പറയുന്ന ലീഡറെ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് അത് ഉപകരിക്കുകയുള്ളൂ. ആ നിലക്ക് അപ്പോൾ CMOയുടെ ഓഫീസിൽ നിന്ന് ഓരോരോ സംഗതികളുണ്ടാകുന്നു. അപ്പോൾ CMO എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്താണ് ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ച് സംസാരിക്കുന്ന ആളാണ് AK ബാലൻ. അപ്പോൾ ഇത് AK ബാലൻ്റെ ഒറ്റപ്പെട്ടൊരു പ്രസ്താവനയല്ല, തെരഞ്ഞെടുപ്പ് തന്ത്രമാണ്. CPM ഈ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ സ്വീകരിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രമാണത്. അതിൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു കിക്ക് ഓഫ് അതാണ് പാലക്കാട് നടന്നിരിക്കുന്നത്. ഇനി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന്, ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കും എന്നുള്ളത് ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, UDF ജയിച്ചാൽ ജമാഅത്തായിരിക്കും ആഭ്യന്തര വകുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം എങ്ങനെയാണ് ആഭ്യന്തര വകുപ്പിൽ മാറ്റം ഉണ്ടാകുന്ന ലോജിക്കൽ ക്വസ്റ്റ്യനൊന്നും അവിടെ ഇല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത് തന്നെയായിരുന്നു പ്രചാരണം, ജമാഅത്ത് ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കും. ഇപ്പം അത് ഒരു പടി കൂടി കടത്തി പറഞ്ഞിരിക്കുന്നു, മാറാടുകൾ ആവർത്തിക്കും. ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കുകയോ ഇല്ലയോ എന്നുള്ള അതിനകത്തുള്ള ലോജിക്കലായുള്ള പ്രശ്നങ്ങൾ അത് ജനങ്ങൾക്ക് മനസ്സിലാകും. കാരണം മത്സരിക്കാത്ത ഒരു കൂട്ടർ, രാഷ്ട്രീയ പാർട്ടി പോലും അല്ലാത്തൊരു കൂട്ടർ തെരഞ്ഞെടുപ്പിന് ശേഷം ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു തമാശ മാത്രമാണ്. പക്ഷേ മാറാടുകൾ ആവർത്തിക്കും എന്ന് AK ബാലൻ പറയുമ്പോൾ അതിനകത്ത് കുറേ അധികം അപകടഗർത്തങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കും, മാറാടുകൾ ആവർത്തിക്കും എന്ന് ചേർത്ത് പറയുമ്പോൾ AK ബാലൻ അല്ലെങ്കിൽ CPM മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? മാറാട് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ നടത്തിയ ഒരു അന്യായമായിരുന്നു, മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു എന്ന സംഘപരിവാർ നറേറ്റീവിനെ എൻഡോസ് ചെയ്യുകയാണ് CPM ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മാറാട് നടന്നത് എന്താണ്?
2002-ലും 2003-ലും മാറാട് നടന്ന സംഘർഷങ്ങൾ, അതിനകത്ത് ഇരുഭാഗത്തു നിന്ന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഇരുഭാഗത്തു നിന്നുള്ള ആളുകൾ പ്രതികളായിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു അധ്യായമാണത്. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവത്തെ അത് ഏതെങ്കിലും നിലയ്ക്ക് ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്ന് ന്യായീകരിക്കാനോ ന്യായം ചമക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അർത്ഥത്തിലുള്ള ഒഴിവ് കഴിവുകളോ പറയാനോ പാടില്ലാത്ത വിധം അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള, മലയാളികൾ എപ്പോഴും ലജ്ജയോടെ ഓർക്കേണ്ട ഒരു എപ്പിസോഡാണ്, സീരീസ് ഓഫ് എപ്പിസോഡ്സ്, ഈവൻസാണ് മാറാട് നടന്നത്. അതിനെ ഒരു മുസ്ലിം സംഘടനയുടെ ഏകപക്ഷീയമായ ഒരു ആക്രമണമായിരുന്നു എന്ന ഒരു നറേറ്റീവിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതിനെ ആധികാരികമാക്കുകയും ചെയ്തിരിക്കുകയാണ് CPM ഇന്നലെ ചെയ്തിരിക്കുന്നത്. അത് സംഘപരിവാറിൻ്റെ തന്ത്രമാണ്. സംഘപരിവാർ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ച് പരാജയപ്പെട്ടൊരാശയമാണ്. അതേ സംഗതി CPM കടമെടുക്കുകയാണ് അതിലൂടെ ഒന്നാമത് ചെയ്തിരിക്കുന്നത്. മാറാടുകൾ ആവർത്തിക്കും എന്ന് മാറാട് ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കും, മാറാടുകൾ ആവർത്തിക്കും എന്ന് പറയുമ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി മാറാടും തമ്മിലുള്ള ബന്ധം നോക്കണം. മാറാട് സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച കോർട്ടിൻ്റെ പേര് തന്നെ മാറാട് ഇൻസിഡൻസ് എന്നാണ് അവരുപയോഗിക്കുന്ന പദാവലി. നമ്മുടെ ഔദ്യോഗിക രേഖകൾ ഉപയോഗിക്കുന്ന പദാവലി മാറാട് ഇൻസിഡൻസ് എന്നാണ്. മാറാട് റാറ്റ് എന്നോ അല്ലെ കാർണേജ് എന്നോ അങ്ങനെ ഒന്നുമല്ല, മാറാട് ഇൻസിഡൻസ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഈ മാറാട് സംഭവങ്ങളെ തുടർന്ന് ഫോം ചെയ്യപ്പെട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പേരില്ല. എന്ന് മാത്രമല്ല, മാറാടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വിശകലനങ്ങളിൽ അവിടെ നമ്മൾ കാണണം, അവിടെ ഈ 2003 മെയ് 4-നാണെന്നുണ്ട്, മെയ് 3-നോ 4-നോ ഈ സംഭവം നടന്ന ശേഷം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണിക്ക് പോലും ആ പ്രദേശത്തേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ആദ്യമായിട്ട് കടന്നു ചെല്ലുന്ന മാറാടിന് പുറത്തു നിന്നുള്ളൊരു പൊതുപ്രവർത്തകൻ ആരാണെന്നറിയോ? അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന അധ്യക്ഷൻ അമീറായിരുന്ന പ്രൊഫസർ K സിദ്ദീഖ് ഹസനാണ്. അദ്ദേഹമാണ് ഈ സംഭവത്തിന് ശേഷം അവിടേക്ക് കടന്നു ചെല്ലുന്ന മാറാട്ടുകാരനല്ലാത്ത, മുഖ്യമന്ത്രിക്കും മുമ്പേ ആഭ്യന്തരമന്ത്രിക്കും മുമ്പേ കേരളത്തിലെ മറ്റേതൊരു രാഷ്ട്രീയ നേതാവിനേക്കാളും മുമ്പേ ആ പ്രദേശത്തേക്ക് കടന്നു ചെല്ലുന്നത് സിദ്ദീഖ് ഹസനാണ്. അദ്ദേഹം അവിടെ പോയി സംസാരിക്കുന്നുണ്ട്. അവിടെ അരയ സമാജത്തിൻ്റെ നേതാക്കളുമായിട്ട് സംസാരിക്കുന്ന പടങ്ങൾ അന്ന് എല്ലാ പത്രങ്ങളിലും അച്ചടിച്ചു വന്നതാണ്. അന്നത്തെ മുഖ്യമന്ത്രി AK ആൻ്റണി അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളെ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തിയ പരിശ്രമങ്ങളെ പ്രശംസിച്ചിട്ടുണ്ട്. അന്നത്തെ BJPയുടെ നേതാവ് PS ശ്രീധരൻപിള്ള പ്രശംസിച്ചിട്ടുണ്ട്. കാരണം മാറാട് സമാധാനം ഉണ്ടാക്കുന്നതിൽ അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്ന സിദ്ദീഖ് ഹസൻ വഹിച്ച പങ്കിനെക്കുറിച്ച് കേരളം അടയാളപ്പെടുത്തിയൊരു സംഭവമാണത്. ഇനി അതിനുശേഷം 2006 അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഈ മാറാട് കലാപത്തിന് ശേഷം, മാറാട് ഇൻസിഡൻസിന് ശേഷം ഒരു സന്ദർഭത്തിൽ പോലും മാറാട് സംഭവങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് CPM ഇതുവരെ ആരോപിച്ചിട്ടില്ല, കോൺഗ്രസ് ആരോപിച്ചിട്ടില്ല, മുസ്ലിം ലീഗ് ആരോപിച്ചിട്ടില്ല, ഏതെങ്കിലും അന്വേഷണ കമ്മീഷൻ ആരോപിച്ചിട്ടില്ല, BJP പോലും ആരോപിച്ചിട്ടില്ല. 2003 സംഭവത്തിന് ശേഷം 2006 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടാളി ആരാണ്? പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ CPMൻ്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷി ആരാണെന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. ആ തെരഞ്ഞെടുപ്പിലാണ് ഒരു പക്ഷേ ഒരിക്കലും ഇല്ലാത്ത വിധമുള്ള മുന്നേറ്റം മലബാർ മേഖലയിൽ CPM നടത്തുന്നത്. കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി തോക്കുന്നു, തിരൂരിൽ ET മുഹമ്മദ് ബഷീർ തോക്കുന്നു, മങ്കടയിൽ മുനീർ തോക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി സമ്പൂർണ്ണമായി CPMനൊപ്പം നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു. എന്ന് മാത്രമല്ല, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കുറ്റിപ്പുറത്തൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ജമാഅത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകൾ, ബഹുജന സംഘടനകൾ പ്രചാരണത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ ജയിച്ച KT ജലീൽ, കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച് വിജയിച്ചു വന്ന KT ജലീൽ ആദ്യം പോകുന്നത് കോഴിക്കോട് മാവൂർ റോട്ടിലെ ഹിറ സെൻറ്ററിലേക്കാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ കാണാനാണ്. ആ മനുഷ്യൻ ഇതൊന്നുമില്ല എന്ന് പച്ച കള്ളം പറയുമെങ്കിലും കേരളത്തിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവങ്ങളാണ്. അപ്പോൾ അപ്പോഴൊന്നുമില്ലാത്ത മാറാട് കലാപവും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈയാളി മാറാടുകൾ ആവർത്തിക്കും എന്ന് AK പാലം പറയണമെന്നുണ്ടെങ്കിൽ അതൊരു വെൽ ഡിസൈൻഡ് എലക്ഷൻ പ്രൊപ്പഗൻഡ അജണ്ടയാണ്. എലക്ഷൻ ക്യാമ്പയിൻ എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് CMOയുടെ പിണറായി വിജയൻ്റെ അവരുടെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ട്, ഒരു പ്ലാൻ ഉണ്ട്.
ആ സ്റ്റോറി ബോർഡാണ് ഇന്നലെ എ കെ ബാലൻ വെളിവാക്കിയിരിക്കുന്നത്. ഇത് പുതിയൊരു കാര്യമല്ല. ഞാൻ പറഞ്ഞു പലതവണ നമ്മൾ സംസാരിച്ചു. 2019 മുതൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം CPM ഇങ്ങനെ ക്രമപ്രവൃത്തമായി വികസിപ്പിച്ചു കൊണ്ടുവരുന്ന അവരുടെ തെരഞ്ഞെടുപ്പ് ലൈനാണിത്. അതതിൻ്റെ പരമാവധിയിലെത്തി, അതിൻ്റെ അപകടകരമായ പാരമ്യത്തിലെത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിലും നോക്കൂ, കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലും ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയും മാറാടിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു പൊളിറ്റിക്കൽ ഡീസൻസിയുടെ ഭാഗമാണ്. കഴിഞ്ഞുപോയ ആ മുറിവ് അത് നമ്മൾ മാന്തി പൊളിച്ചെടുക്കേണ്ടതില്ല. അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ, തെറ്റാകട്ടെ ശരിയാകട്ടെ, അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അതിനൊരു ഏതെങ്കിലും നിലയ്ക്ക് ഒരു ഇലക്ട്രൽ ഡിവിഡൻ്റാക്കി ഉപയോഗിക്കാൻ നമ്മൾ വിചാരിക്കുന്നില്ല എന്ന് കേരളത്തിലെ മതേതര സമൂഹം ഉറപ്പിച്ചൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് മാറാട് പോലെയുള്ള കാര്യങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത് നമ്മുടെ പൊതു ആരോഗ്യത്തിന്, സാമൂഹിക ആരോഗ്യത്തിന് ഗുണകരമല്ല എന്ന ഒരു തിരിച്ചറിവ്, സാമാന്യമായ തിരിച്ചറിവ് കേരളത്തിലെ രാഷ്ട്രീയ സമൂഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും അതേക്കുറിച്ച് സംസാരിക്കാറില്ല. ഗുരുതരമായൊരു സംഭവം ആയതുകൊണ്ട് പോലും മാറാട് ഏതെങ്കിലും നിലയ്ക്ക് ഇലക്ഷൻ ക്യാമ്പയിൽ വന്നായിട്ട് കണ്ടിട്ടുണ്ട്. ഏറ്റവും ഈ സംഭവത്തിന് ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് 2006 അതിലുണ്ടായിട്ടുണ്ടോ? അതിന് ശേഷമുള്ള ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയല്ല, ഞങ്ങൾ ഇതേ മാറാടിനെ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിലെ പോസ്റ്റർ ബോയ് ആയിട്ടുള്ള വെള്ളാപ്പള്ളി കഴിഞ്ഞ ആഴ്ച ഇതേക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ആലപ്പുഴ പത്രസമ്മേളനത്തിൽ മാറാടിനെക്കുറിച്ച് മാറാട് ഇൻവോക്ക് ചെയ്തു. അതിനെ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്യുകയാണ് ഈ പറയുന്ന എ കെ ബാലൻ, പിണറായി വിജയൻ്റെ നാവായി പ്രവർത്തിക്കുന്ന എ കെ ബാലൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇങ്ങനെയാണ് ക്യാമ്പയിൻ പോകുന്നത് വിചാരിക്കുക. CPM മാറാട് മുന്നിൽ വെച്ച് ഈ പഴയ മുറിവുകൾ മാന്തി പൊളിച്ചെടുത്ത് വർഗീയ വിഭജനം സൃഷ്ടിച്ച് ഈ തെരഞ്ഞെടുപ്പിന് നേരിടാനാണ് വിചാരിക്കുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ, നോക്കൂ, നമ്മൾ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഇസ്ലാം ഭീതി വളർത്തുക, മുസ്ലിം വെറി വളർത്തുക, എന്നിട്ട് അപ്പുറത്ത് ഹിന്ദുവിനെ ഉണർത്തുക. ഹിന്ദു ഉണരൂ എന്ന് പറയുന്ന സ്ലോഗൻ ആരുടേതാണ്? ഈ ഹിന്ദു ഉണരൂ എന്നതാണ് തങ്ങളുടെ ക്യാച്ച് വേർഡ്, തെരഞ്ഞെടുപ്പ് ക്യാച്ച് വേർഡ് എന്ന് പരോക്ഷമായി സമ്മതിക്കുകയാണ് CPM ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇവന്മാർ അധികാരത്തിൽ വന്നാൽ ഓർമ്മയുണ്ടോ മാറാട്, ഓർമ്മയുണ്ടോ മാറാട്, അത് ആവർത്തിക്കുകയാണ്, അത്തരം മാറാടുകൾ ആവർത്തിക്കുകയാണ് എന്ന ഒരു ഭീതിപ്പെടുത്തൽ ഇവിടെയുള്ള ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ അകത്തേക്ക് കടത്തിവിടുക. അങ്ങനെ ഒരു ഭയാനകമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക, മുസ്ലിം വെറിയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക, അങ്ങനെ ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകൾ സമാഹരിക്കുക. ഇങ്ങനൊരു തന്ത്രം CPIM പോലുള്ള ഒരു പ്രസ്ഥാനം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നും. പക്ഷേ ഞാൻ അതിനെ അത്ഭുതകരമായിട്ട് കാണുന്നില്ല. ഞാൻ പറഞ്ഞു 2019 മുതൽ ക്രമപ്രവൃത്തമായി ഈ ഒരു ലക്ഷ്യത്തിലേക്കാണ് അവരിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രശ്നം അതല്ല. ഈ സമീപനം CPM സ്വീകരിക്കുന്നു വിചാരിക്കുക, അപ്പുറത്ത് വേറൊരു മുസ്ലിം ഗ്രൂപ്പുകൾ വേറൊരു സമീപനം സ്വീകരിക്കുകയാണ്. നോക്കൂ, LDF അധികാരത്തിൽ വന്നാൽ ഭീമാപ്പള്ളി ആവർത്തിക്കും കേട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഈ പറയുന്ന CPIM ഭരിക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് കേരളം കണ്ട ഏറ്റവും മാരകമായ പോലീസ് വെടിവെപ്പുകളൊന്നും സംഭവിക്കുന്നത്. ഭീമാപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്തെ സാധാരണക്കാരായ ദരിദ്രരായ 6 മുസ്ലിം മത്സ്യത്തൊഴിലാളികളെ സ്റ്റേറ്റ് നേരിട്ട് വെടിവെച്ച് കൊന്ന സംഭവമാണ് ഭീമാപ്പള്ളി. അതുകൊണ്ട് CPMന് വോട്ട് ചെയ്യരുത്, LDFന് വോട്ട് ചെയ്യരുത്, കാരണം ഭീമാപ്പള്ളി ആവർത്തിക്കും. ഇത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ മുഖ്യമായൊരു ഇനമായി മാറിയാൽ എങ്ങനെ ഇരിക്കും? ഇനി വേറെയാകാം, കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം അതെപ്പോഴാണ് സംഭവിക്കുന്നത്? പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോഴാണ് കളമശ്ശേരിയിൽ സംഭവിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് എത്തിയ ക്രിസ്തുമത വിശ്വാസികളായിട്ടുള്ള 6-8 ആളുകൾ കൊല്ലപ്പെട്ട കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം. അതിലെ പ്രതിക്ക് ചുമത്തിയ UAPയെ ഒഴിവാക്കി കൊടുത്ത സർക്കാരാണ് പിണറായി വിജയൻ്റെ സർക്കാർ. അതുകൊണ്ട് നോക്കണേ, തിരഞ്ഞെടുപ്പ് വരികയാണേ, കളമശ്ശേരി ആവർത്തിക്കും കേട്ടോ, ഭീമാപ്പള്ളി ആവർത്തിക്കും കേട്ടോ. ഇതൊക്കെയാണോ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ക്യാമ്പയിൻ്റെ വിഷയങ്ങളാകേണ്ടത്? ഇങ്ങനെ ഒരിക്കലും കേരളമായിട്ടില്ല. ഈ നിലയിൽ നമ്മൾ തീർച്ചയായും വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രതിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
പക്ഷെ വളരെ പ്രത്യക്ഷമായ കമ്മ്യൂണൽ ടോണുകൾ, വളരെ പ്രത്യക്ഷമായ വർഗീയ ചേരിതിരിവുകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള പ്രചാരണം, ഇംപ്ലിസിറ്റായിട്ട് പരോക്ഷമായിട്ട് പലരും പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും. പക്ഷെ ഇത്രയും പ്രകടമായി, ഇത്രയും പ്രത്യക്ഷമായി, ഇത്രയും വഷളായ രൂപത്തിൽ വർഗീയതയെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരനുഭവം മലയാളിക്ക് മുമ്പുണ്ടായിട്ടില്ല. പക്ഷെ CPIM ആ ഒരു മുന്നനുഭവമില്ലാത്ത വഷളൻ വർഗീയത ആവർത്തിച്ച് അതിൻ്റെ പരമാവധിയിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് ഇന്നലെ കണ്ടത്. ഇത് വലിയ അപകടത്തിലേക്കാണ് കേരളത്തെ കൊണ്ടുപോകാൻ പറയാം. കേരളത്തെ മാത്രമല്ല, കേരളം ഇതിനെ മറികടന്നേക്കും. പക്ഷേ CPM ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. നിഷാദ്, ഇന്നലെ ബാലൻ പറഞ്ഞു പോയ കൂട്ടത്തിൽ വെള്ളാപ്പള്ളിയുടെ കാര്യം കൂടിയിട്ട് പറയുന്നുണ്ട്. അതിൽ പറയുന്ന വെള്ളാപ്പള്ളി മതന്യൂനപക്ഷങ്ങൾക്കെതിരെയല്ല പറയുന്നത്, മുസ്ലിം ലീഗിനെതിരെയാണ് അദ്ദേഹം പറയുന്നതെന്നാണ് AK ബാലൻ പറയുന്നത്. നമുക്കറിയാം വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ള ഇതുവരെ ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 20-ലേറെ വിദ്വേഷ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. CPM ശരിക്കും അത്തരത്തിൽ പ്ലാൻഡായിട്ട് ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഉള്ള പ്രസ്താവനകൾ ആലോചിച്ചുറപ്പിച്ച് നടത്തുന്നത് തന്നെയാണെന്നാണ് നിഷാദ് കരുതുന്നത് എന്ന് വിചാരിക്കാനാണ്. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള സാഹചര്യം അങ്ങനെയല്ലേ നമ്മളെ കൊണ്ട് ആവർത്തിച്ച് ബോധ്യപ്പെടുന്നത്. അല്ലെങ്കിൽ AK ബാലൻ നടത്തിയിട്ടുള്ള ഈ മാറാട് പരാമർശം CPIMൻ്റെ ഒഫീഷ്യൽ പൊസിഷൻ അല്ലാന്ന് CPMൻ്റെ നേതൃത്വം തിരുത്തണ്ടേ? ഇതുവരെ ആരും തിരുത്തി രംഗത്ത് വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ AK ബാലൻ മനസ്സിലാക്കിയുള്ളൂ. ഇപ്പോൾ AK ബാലനോട് മാറാട് കലാപത്തെ ഉപയോഗിച്ചുള്ളൂ എന്ന് CPM നേതൃത്വം നിർദ്ദേശം കൊടുത്തോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ബാലനടക്കമുള്ള CPIMൻ്റെ തലപ്പത്തിരിക്കുന്ന മുഴുവൻ നേതാക്കൾക്കും കിട്ടിയിട്ടുള്ള നിർദ്ദേശവും അവരുണ്ടാക്കിയിട്ടുള്ള ധാരണയും ഇത്തവണ നമ്മളൊരു ഹിന്ദു കൺസോളിഡേഷനാണ് ശ്രമിക്കുന്നത്. മുസ്ലിം ആൻഡ് മൈനോറിറ്റി അടക്കമുള്ള സംഗതികൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഭരണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിരുദ്ധ വികാരമുണ്ട് എന്ന് മാത്രവുമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അടക്കം നമ്മളെ നെഗറ്റീവായി ഇമ്പാക്റ്റ് ചെയ്യുന്ന പല കാരണങ്ങളുണ്ട്. അവയെ മറികടക്കാൻ മനുഷ്യരെ മതപരമായ വൈകാരികതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ട്രാറ്റജി നമ്മൾ എടുക്കാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായി നമ്മൾ ഹിന്ദു കൺസോളിഡേഷനാണ് ഉദ്ദേശിക്കുന്നത്. അതിനനുസൃതമായ സംഗതികളാണ് നമ്മൾ പുഷ് ചെയ്യേണ്ടത് എന്നാണ് നേതാക്കൾക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. ബാലൻ അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ വെച്ചും അദ്ദേഹത്തിൻ്റെ ഒരു വൈജ്ഞാനിക പരിധിയൊക്കെ വെച്ചും അദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷയിൽ ആഞ്ഞിക്കീച്ചുന്നു എന്ന് മനസ്സിലാക്കണം. മറ്റു പല ആളുകളും പല രൂപത്തിൽ പറയുന്നു. ബാലൻ അദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷയിൽ പറയുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ടൂളുകൾ മുഴുവൻ ഉപയോഗിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം വെള്ളാപ്പള്ളിയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളിയാണ് ഇപ്പോൾ CPM സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ്. അപ്പോൾ വെള്ളാപ്പള്ളി മാറാട് ഓർമ്മിപ്പിക്കുന്നു. ബാലൻ വാർത്താ സമ്മേളനം വിളിച്ച് മാറാട് സംഭവിക്കുമെന്ന് പറയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായ സംശയം CPMനെ കുറിച്ച് തോന്നുന്നത്, ഒരു സ്ട്രാറ്റജി അവർ ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ആ സ്ട്രാറ്റജി വിജയിക്കുന്നതേ ഇല്ല എന്നാണ് സമീപകാലത്തെ ഉദാഹരണം മുഴുവൻ കണ്ടത്. പാലക്കാട് വിജയിച്ചോ? ഇല്ല. നിലമ്പൂരിൽ വിജയിച്ചോ? ഇല്ല. ലോക്കൽ ബോഡി ഇലക്ഷനിൽ വിജയിച്ചോ? ഇല്ല. അതിനുശേഷവും അതേ സ്ട്രാറ്റജി വീണ്ടും പരീക്ഷിക്കാം എന്നവർ തീരുമാനിക്കുന്നതിൻ്റെ യുക്തി എന്താണ്? അതായത് അവർ ഒരു ടൂൾ ഉപയോഗിച്ചാൽ ആ ടൂൾ കൊണ്ട് അവർക്ക് നേട്ടം ഉണ്ടാകുന്നില്ല എന്ന് കണ്ടിട്ട് വീണ്ടും ആ ടൂൾ ഉപയോഗിക്കുന്നു. ഈ ടൂളിൻ്റെ പ്രശ്നം എന്താണ്? ഈ സവിശേഷമായ ടൂളിൻ്റെ പ്രശ്നം അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലം മാത്രമല്ല, കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിനെ ആകെ പിടിച്ചൊളിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. നാളെ CPM തോക്കാം, ജയിക്കാം. പക്ഷേ ഒരു കൂട്ടം മനുഷ്യരെ ഇസ്ലാമോഫോബിക്കാക്കി മാറ്റുക, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ആളുകളാക്കി മാറ്റാനുള്ള ഒക്കെ ശേഷിയുള്ളതാണ് ഇപ്പോൾ ഈ പ്രയോഗിക്കുന്ന ഈ രാസായുധം എന്ന് പറയുന്ന സംഗതി. അപ്പോൾ സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ വിജയിച്ചില്ലെങ്കിലും വേണ്ടില്ല, കേരളം വേറൊരു ഭൂമികയായി മാറിക്കൊള്ളട്ടെ എന്ന തീരുമാനമാണോ? എൻ്റെ സംശയം അതാണ്. ഇന്നിപ്പോൾ VD സതീശൻ ചോദിക്കുകയാണ്, ആവർത്തിച്ച് പ്രയോഗിച്ചിട്ടും ഫലം കാണാത്ത ഒന്ന്. ഫലം എന്ന് വെച്ചാൽ അവരുടെ തെരഞ്ഞെടുപ്പ് വിക്ടറി. അപ്പോൾ ആവർത്തിച്ച് പ്രയോഗിച്ചിട്ടും സ്വന്തം തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഗുണം ചെയ്യില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും ഒരു രാസായുധം നിങ്ങൾ വീണ്ടും പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേറെ ഏതെങ്കിലും ഒരു ബെനിഫിഷ്യറി അതിൻ്റെ ഗുണം എടുത്തോട്ടെ എന്നവർ വിചാരിക്കുകയാണെന്ന് നമുക്ക് സംശയിക്കണ്ടേ? അല്ലെങ്കിൽ CPM ഇതുകൊണ്ട് ജയിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ജയിക്കുന്നില്ല. ഇതിന് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇപ്പോൾ ഇതിപ്പോൾ ഈ വിഷദംശനം ഏൽക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ അയാൾ വിചാരിക്കുകയാണ് UDF വന്നാൽ എന്ത് സംഭവിക്കും? അത് മാറാട് ആവർത്തിക്കും. എന്നാൽ LDFന് വോട്ട് ചെയ്യാമെന്ന് ആലോചിക്കുന്ന അയാളൊരു ഭക്തനാണെങ്കിൽ LDF വന്നാൽ സ്വർണ്ണക്കൊള്ള തുടരും. LDFന് വോട്ട് ചെയ്യാൻ പറ്റില്ല. അവർ ഭക്തരെ അപമാനിക്കുന്ന, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്ന, ഭഗവാന്റെ സ്വർണ്ണം മോഷ്ടിക്കുന്നവരാണ്. അപ്പോൾ പിന്നെ ഹിന്ദു പ്രൈഡിന് വേണ്ടിയും ഹിന്ദു രക്ഷയ്ക്ക് വേണ്ടിയും വോട്ട് ചെയ്യാൻ കഴിയുന്ന പാർട്ടി ഏതാണ്? BJP ആണ്. ആ പണിയല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്, ഈ പണി. അപ്പോൾ ആത്യന്തികമായി ഇതിൻ്റെ ബെനിഫിഷ്യറി ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പാർട്ടിയല്ല CPIM. നമ്മളെടുക്കുന്ന ഈ പണിക്ക് നമുക്ക് ഗുണം കിട്ടുന്നെങ്കിൽ പിന്നെ കിട്ടാൻ പോകുന്നത് BJPക്കാണ്, RSSനാണ്, ഹിന്ദുത്വ പ്രത്യയ ശാസ്ത്രത്തിനാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടും അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ആ ബെനിഫിഷ്യറി അതിൻ്റെ ഗുണം എടുത്തോട്ടെ എന്ന് മനസ്സിലാക്കുകയാണോ? ഞങ്ങളൊരു ക്യാമ്പയിൻ മോഡ് ഉണ്ടാക്കിത്തരാം എന്ന് അവരാരോടെങ്കിലും ഒരു ധാരണ ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇത് ചെയ്യുന്നത്? എനിക്ക് സംശയമാണ്. അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇടതുപക്ഷം എന്നതിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ വാല്യൂ അത് ഇടതുപക്ഷ രാഷ്ട്രീയം സംസാരിക്കുമെന്നതാണ്, മറ്റൊന്നുമല്ല. അത് ഇടതുപക്ഷ രാഷ്ട്രീയം സംസാരിക്കും, ഇടതുപക്ഷ നയങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഭരണം കൊണ്ടുവരും.
എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ പോലീസ് പ്രോപ്പറായി പ്രവർത്തിക്കുന്നുള്ള വിമർശനം വരുന്നത്? ഇടതുപക്ഷത്തിൻ്റെ പോലീസ് എന്ന് വെച്ചാൽ ഇടതുപക്ഷ നയമുള്ള പോലീസ് ആയിരിക്കുമെന്ന കാര്യത്തിൽ ജനത്തിനൊരു ധാരണയുണ്ട്. ഇടതുപക്ഷം ഒരു മതനിരപേക്ഷ ജനാധിപത്യ പുരോഗമനാശയം മുന്നോട്ട് വയ്ക്കുന്നു, അവരെ കൂടുതൽ ഓഡിറ്റ് ചെയ്യാൻ കഴിയും എന്ന് മലയാളി വിചാരിക്കുന്നു. അത്രയും ഓഡിറ്റ് UDF കിട്ടില്ല. കാരണം ലെഫ്റ്റിനെ കുറിച്ച് ആളുകളുടെ പ്രതീക്ഷ അതാണ്. ആളുകൾ വിചാരിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ലെഫ്റ്റിൻ്റെ വർത്തമാനം പറയാന്നുള്ളതാണ്. അത് ഇൻ്റർനാഷണൽ പെർസ്പെക്റ്റീവിലായാലും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലായാലും സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലായാലും ലെഫ്റ്റിൻ്റെ ഒരു പൊസിഷന് ഭയങ്കര വാല്യൂ ഉണ്ട്. നമ്മളിപ്പം ഈ പറയുന്ന വെനസ്വേല എപ്പിസോഡിലടക്കം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനം ആ പൊസിഷൻ്റെ ആ രാഷ്ട്രീയത്തിനെ വാല്യൂ ചെയ്യുമ്പോൾ ആ രാഷ്ട്രീയത്തെ സമ്പൂർണ്ണമായും കളഞ്ഞു കുളിച്ചിട്ട് നിങ്ങൾ ഈ വർത്തമാനം പറയാൻ പോയാൽ ഈ വർത്തമാനം പറയുന്ന ആൾക്കാർ വേറെയുണ്ട്, അതിൻ്റെ ആളുകൾ നിങ്ങളല്ല എന്നതെന്താണ് CPM മനസ്സിലാക്കാത്തതാണ് എൻ്റെ സംശയം. ഇപ്പോൾ ഇന്നലെ ഒരു AI വീഡിയോ കണ്ടു. അതിൽ പിണറായി വിജയനും KK ശൈലജ അടക്കമുള്ള ആൾക്കാരെല്ലാവരും ഇരിക്കുമ്പോൾ പിണറായി വിജയൻ പറയുന്നു, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കും, ജയിച്ചാൽ എൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അപ്പം മണ്ണും ചാരിയുന്നവൻ കൊണ്ടുപോയി എന്നൊക്കെ ഉള്ള AI വീഡിയോ ആണ്. വളരെ യാഥാർത്ഥ്യമെന്ന് തോന്നുന്ന തരത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. അത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഞെട്ടൽ തോന്നും, ഇതെന്താണ് ഈ ചെയ്യുന്നത്? മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ മരുമകൻ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം മുസ്ലിം മുഖ്യമന്ത്രിയാകുമെന്ന ഭീതി പരത്തുകയാണ്. ഇവരുടെ ഓപ്പോസിറ്റുള്ള ഏതോ ടീമാണ് ഇത് ചെയ്യുന്നത്. ഇതൊക്കെ അന്യായമാണല്ലോ എന്ന് നമുക്ക് കാണുമ്പോൾ തോന്നും. പക്ഷേ അത് അന്യായമാണെന്ന് പറയാനുള്ള ധാർമ്മിക പരിസരം ഇപ്പോൾ CPM-നുണ്ടോ? CPM എന്താണോ ചെയ്യുന്നത്, ഈ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള കളിയാണ് കളിക്കുന്നതെന്ന് പറയരുത് എന്ന് പറയാനുള്ള ധാർമ്മികമായ പരിസരത്തല്ല CPM നിൽക്കുന്നത്. CPM അതിൻ്റെ മാക്സിമത്തിൽ ആ കളി അങ്ങോട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM അത് ഡിസേർവ് ചെയ്യാണ്, അല്ലേ? അപ്പോൾ എനിക്ക് CPM ചില പ്രൊഫൈലുകളിലൊക്കെ ഇത് ഈ വൃത്തികേട് കാണിക്കുന്നു, മോശം സംഗതിയാണ് എന്നൊക്കെയുള്ള കമൻറ്റുകളും പോസ്റ്റുകളും കാണുന്നു ഈ വീഡിയോയും ഒക്കെ വെച്ചിട്ട്. പക്ഷേ അവർ ആ പണിയെടുത്തു. ഇടതുപക്ഷ രാഷ്ട്രീയവും മതനിരപേക്ഷ രാഷ്ട്രീയവും സംസാരിക്കുന്ന ഒരു പാർട്ടിയോട് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനാണോ ശ്രമിക്കുന്നതെന്ന് ചോദ്യം ചോദിക്കുന്നതിൽ പ്രശ്നമുണ്ട്. അവർ സെയിം കളിയാണ് കളിക്കുന്നതെങ്കിൽ പിന്നെ ഈ ചോദ്യത്തിന് അല്ലെങ്കിൽ ഈ വിമർശനത്തിന് ഈ ചമ്മലിന് വല്ല കഥയുണ്ടോ? അതുകൊണ്ട് CPM എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല, ആരാണ് അവരെ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും നിരന്തരമായി തോറ്റുപോകപ്പെടുന്ന ഒന്ന് ആളുകൾക്കത് മനസ്സിലായി. ആളുകൾ ഇതിൽ സാധാരണ നിലയ്ക്കുള്ള വിശ്വാസികൾ പോലെ ആൾക്കാർ പോലും അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിനകത്തുള്ള ആളുകൾക്ക് പോലും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇത് CPM-ൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി പലതിനെയും മറികടക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒന്നാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ കൗണ്ടർ വോട്ടുകളും അല്ലെങ്കിൽ ആളുകൾക്ക് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകളും UDF-ന് കിട്ടുന്നത്. അല്ലാതെ ആരും BJP-ക്ക് പോലും ചെയ്തില്ല. സോ എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതുകൊണ്ട് അതെനിക്ക് ഒരുപക്ഷെ അവസാനത്തെ ഒരു മതിഭ്രമം വന്ന് ദിശ തെറ്റി ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്ന്, കണ്ണി കണ്ടതൊക്കെ എടുത്തെറിയുന്ന ആൾക്കാരെ കണ്ടില്ലേ, അതുപോലെ എന്തോ സംഭവിക്കുകയാണെന്ന് തോന്നുന്നു. ഇത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇന്നിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറയുന്നു ഇത് CPIM എന്ന് പറയുന്ന പാർട്ടിക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചല്ല, അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. CPIM എന്ന് പറയുന്ന പാർട്ടിയും ലെഫ്റ്റ് രാഷ്ട്രീയവും കേരളം ആഗ്രഹിക്കുന്ന ഒന്നാണ്, ഇനിയും ദീർഘകാലം ഉണ്ടാകുന്നത്. കേരളത്തിൻ്റെ ഒരു സവിശേഷമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ലെഫ്റ്റിൻ്റെ, അല്ലേ? ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പോലും കുറച്ച് ലെഫ്റ്റാണ് നമ്മളെയും, കാരണം ആ ലെഫ്റ്റ് കാഴ്ചപ്പാട് നമുക്കുണ്ട്. അതില്ലാതായി പോകുന്നതിനെ ആരും ആഗ്രഹിക്കത്തില്ല. പക്ഷേ ഇത് ലെഫ്റ്റ് കൂടെ ഇല്ലാതാവും, അതിൻ്റെ കൂടെ കേരളം കാത്തു സൂക്ഷിച്ച് വന്നിരുന്ന അതിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട്, അതിനെയും കൂടി അപകടപ്പെടുത്തുകയാണ്. അപ്പം എങ്ങനെയും ഒരു മൂന്നാം ഭരണം, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വേറെ എവിടെയും ഭരണമില്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ, അത് നിലനിർത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് അതാണ് എല്ലാവരും പറയുന്നത്. അത് നിലനിർത്താൻ വേണ്ടി നമുക്ക് ഏത് കളിയും കളിച്ചാലും നിന്നേ പറ്റൂ, അല്ലെങ്കിൽ നമ്മളെങ്ങനെ സർവൈവ് ചെയ്യും, നമ്മളെങ്ങനെ ഡൽഹിയിലെ AK സെൻറ്ററിൽ കറണ്ട് ബില്ല് അടയ്ക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെ എന്തിനാണ് ലെഫ്റ്റ് സർവൈവ് ചെയ്യുന്നത്? ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലാതെ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുക, എന്തിനെ ഒറ്റ കൊടുക്കുക, എന്തിനേയും വഞ്ചിക്കുക, സ്വന്തം ജനതയെ വഞ്ചിക്കുക, അങ്ങനെ ഒരു ലെഫ്റ്റിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെയാണ് ലെഫ്റ്റ് വേണ്ട. ഞാൻ പറഞ്ഞത് ലെഫ്റ്റ് അതിന് അധികാരത്തിൽ എവിടെയെങ്കിലുമൊക്കെ തുടരണം എന്നാഗ്രഹിക്കുന്ന അഭിപ്രായമുള്ള ആൾ ഞാൻ. അത് ലെഫ്റ്റായിരിക്കുമ്പോഴാണ്. അല്ലാതെയാണ് ഈ പണിയെടുക്കുന്നതെങ്കിൽ നമുക്ക് കടുത്ത നിരാശയാണ് അതിനെക്കുറിച്ച് തോന്നുന്നത്. അത് ഈ സമൂഹത്തോട് ചെയ്യുന്ന പാതകം എന്താണ് എന്ന്, വരും തലമുറയോട് ചെയ്യുന്ന പാതകം എന്താണെന്ന് അവർ ആലോചിച്ച് നോക്കണം. AK ബാലനെ പോലുള്ള മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ കേരളത്തിന് CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന മുതിർന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വ ബോധം എന്താണെന്ന് നമ്മളൊന്ന് കാണുകയാണ്. കേരളത്തോടെ പരമമായ സഹതാപവും വേദനയും തോന്നുന്നു. അതെ, AK ബാലനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പറയുന്നത് ആർക്കാണ് ഗുണകരമാകുക എന്ന് അറിയാത്തവരല്ല CPM-ലെ നേതാക്കൾ. അതുകൊണ്ട് തന്നെ ഇത് ഏത് തരത്തിലുള്ള കളിയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്നാണ് വ്യക്തമാകാനുള്ളത്.